ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. ഇന്ന് നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. അപ്പോൾ നെല്ലിക്ക നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഒരു 4-5 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അവരവരുടെ എരിക്കനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു 4 വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് എല്ലാം നമ്മൾ വരഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും അതിനകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരുപാട് നേരം അടുപ്പിൽ വെക്കണ്ട. അപ്പം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, കുറച്ചധികം നേരം ആയിപ്പോയി. അപ്പോൾ അത് കാരണം എൻ്റെ സ്കിന്നൊക്കെ അങ്ങ് വിട്ടു വന്നു. അത്രയും നേരം എടുക്കണ്ട. ഒരു തിള വരുമ്പോൾ തന്നെ നമുക്കത് വാങ്ങി വെക്കാം. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നെല്ലിക്ക നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് വിനീഗറും അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വച്ചിരിക്കുന്ന നെല്ലിക്ക ഈ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഫുള്ളായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പ് പിടിച്ച് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ 2-3 ദിവസം നമുക്ക് സമയമെടുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപ്പിലിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ, അടുത്ത ദിവസം തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ചൂട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം നമ്മൾ ഉപ്പിട്ട വെള്ളത്തിനകത്തേക്ക് അതിട്ട് കൊടുക്കാനായിട്ട്. ചൂടോടെ അതിനകത്തേക്ക് ഇടാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ നെല്ലിക്ക ഉപ്പിലിട്ടത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.